വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ടൊരു ചർച്ച നടത്തിയിരിക്കുകയാണ്. അതായത് ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട്, ആണവ പരീക്ഷണങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അമേരിക്ക ചില നിലപാടുകൾ പറയും, ഇറാൻ അനുസരിക്കണമെന്നൊക്കെയാണ് പറഞ്ഞത്. ആദ്യഘട്ട ചർച്ച പൂർത്തിയായി. അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം രണ്ടാം ഘട്ട ചർച്ചയ്ക്ക് ഏതാണ്ട് കളം ഒരുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് റോമിൽ വെച്ചായിരിക്കും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതിനിടയിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുണ്ട്, അബ്ബാസ് അരഗാച്ചി. അദ്ദേഹം ഇപ്പോൾ മോസ്കോയിലേക്ക് പോകുന്നു എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് രണ്ടാം ഘട്ട ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് തന്നെ റഷ്യയും ഇറാനും തമ്മിൽ ചില കൂടിക്കാഴ്ചകൾ നടത്താനായിട്ട് പോകുന്നു. റഷ്യയിലേക്ക് ചെന്നിട്ട് അവരുടെ വിദേശകാര്യമന്ത്രിയായ സെർജി ലാവ്റോവുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമെന്നും ഈ മോസ്കോ സന്ദർശനം നേരത്തെ നിശ്ചയിച്ചതാണെന്നുമാണ് ടെഹ്റാൻ വൃത്തങ്ങൾ അറിയിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു കൂടിക്കാഴ്ചയെ ലോകവും വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ആണവായുധങ്ങളുടെ പരീക്ഷണവുമായിട്ട് ഇറാൻ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന നിലപാടാണ്. എന്നാൽ ഇറാൻ ആയിക്കോട്ടെ, മാനുഷിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ന നിലയിൽ ആണവ പരീക്ഷണമൊക്കെ നടത്തണമെന്നും അത് അവിടുത്തെ സിവിലിയൻ ആവശ്യങ്ങൾക്കുള്ളതാണെന്നും ഉള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിൽ ഇത്തരത്തിലുള്ളൊരു പുതിയ ചർച്ചയ്ക്കിടെ റഷ്യ ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നു. കാരണം ഈ കാലയളവിനുള്ളിൽ സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം. മാത്രമല്ല, ഈ നയതന്ത്ര ബന്ധത്തിൽ ശ്രദ്ധയൂന്നിയുള്ള പ്രവർത്തനം നടത്തണം. അപ്പോൾ റഷ്യ ഇതിനകത്ത് കയറി ഇടപെടുന്നതോടുകൂടി അമേരിക്കയ്ക്കും ചില പ്രശ്നങ്ങൾ, ചില ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഡൊണാൾഡ് ട്രംപും പുടിനും തമ്മിൽ ഇപ്പോൾ ഏതാണ്ട് കൈകോർത്ത് നിൽക്കുന്നൊരവസ്ഥയാണ്. ഇതിനിടയിലാണ് ഇറാനിൻ്റെ അബ്ബാസ് അരഗാച്ചി എന്ന് പറയുന്ന വിദേശകാര്യമന്ത്രി റഷ്യയിലേക്ക് പോകുന്നത്. മാത്രമല്ല, UN ആണവ വിഭാഗം മേധാവിയായ റാഫേൽ ഗ്രോസി നേരത്തെ ഇറാനിലേക്ക് എത്തുകയും അവിടെ നിന്ന് സെലൻസ്കി ഉൾപ്പെടെയുള്ളവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുകയുമൊക്കെ ചെയ്തിരുന്നു. ഇനിയും അത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച ഈ ആഴ്ചയിൽ നടത്താൻ പോകുന്നുണ്ട്. അപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഇറാന് കേൾക്കേണ്ടി വരും. കാരണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ IAEA പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 274.8 കിലോഗ്രാം യുറേനിയം, സമ്പുഷ്ട യുറേനിയം ഇവരുടെ കയ്യിലുണ്ട്. ആരുടെയാ? നമ്മുടെ ഇറാൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് ഏതാണ്ട് 605 പൗണ്ടാണ് ഇത് വരുന്നത്. ഇതുപയോഗിച്ച് 90% സമ്പുഷ്ട യുറേനിയം ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ആണവായുധങ്ങളുടെ നിർമ്മാണ ഘട്ടത്തിലേക്ക് അവർക്ക് കടക്കാം. ഇത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തന്നെ പുറപ്പെടുവിച്ചാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഏത് നിമിഷം വേണമെങ്കിലും രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണ സംഘത്തിന്, അല്ലെങ്കിൽ ഇത് പരിശോധിക്കുന്ന സംഘത്തിന് അവിടെ ചെന്ന് പരിശോധന നടത്താനുള്ള അനുമതി വേണമെന്നാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഒരാവശ്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഒമാൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമേരിക്കയുടെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും അതുപോലെ തന്നെ അബ്ബാസ് അരഗാച്ചിയും തമ്മിൽ ചർച്ച നടത്തി. ഇവർ 2 മുറികളിലൊക്കെയാണ് ചർച്ച നടത്തിയെങ്കിലും ചർച്ചയുടെ അവസാനം ഏതാണ്ട് 2.5 മണിക്കൂറോളം ഇവർ ഒന്നിച്ച് കാണുകയും ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം. ഇതൊരു ക്ലോസ്ഡ് റൂം ഡിസ്കഷൻ ആയതുകൊണ്ട് കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നില്ല. മാത്രമല്ല, രണ്ടാം ഘട്ടത്തിൽ ഒരു ചർച്ച കൂടി നടത്താനായിട്ട് പോകുന്നുണ്ട്. അത് റോമിൽ വെച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ ഒമാൻ ആയിരിക്കില്ല ആതിഥേയത്വം വഹിക്കുക എന്നാണ് പറയുന്നത്. മാത്രമല്ല, ഈ ചർച്ചകളെക്കുറിച്ച് ട്രംപ് പ്രതികരിച്ചത് വളരെ നല്ല രീതിയിൽ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വിറ്റ്കോഫിന് സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇറാൻ ആ സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമുണ്ട്. എന്തായാലും അന്തിമ തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ ഇറാൻ തങ്ങളുടെ എഗ്രിമെൻറ്റുകൾ, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ അവിടേക്ക് ഞങ്ങൾ ബോംബിടുമെന്ന് നേരത്തെ തന്നെ ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇറാൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് എങ്ങനെയും ഈ കരാറിലൂടെ, ഈ ചർച്ചയിലൂടെ പ്രോബ്ലങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്ന് തരിപ്പണമായി. 30% അവിടുത്തെ പണപ്പെരുപ്പം എന്ന് പറയുന്നത്. ആ പണപ്പെരുപ്പം 30% കുറഞ്ഞതോടുകൂടി അവിടെ വലിയ ബുദ്ധിമുട്ടിലായി. ഇനി കറൻസിക്ക് അവിടെ മൂല്യം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ്. തൊഴിലില്ലായ്മ കൂടി വരുന്നു. എന്തിന്? ഇലക്ട്രിസിറ്റി പോലും ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി വരുന്നു. ഇങ്ങനെ ഒരു അവസരത്തിൽ സ്വാഭാവികമായിട്ടും അമേരിക്കയുമായിട്ടൊരു ചർച്ച നേരിട്ട് നടത്തുന്നു. അപ്പോൾ ഈ ഒബാമയുടെ കാലത്തിന് ശേഷം ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് ചില പോസിറ്റീവ് മാനങ്ങളുണ്ടെന്നും കരുതുന്നുണ്ട്. എന്തായാലും ഈ സിവിലിയൻ ആണവോർജ്ജ പദ്ധതിക്കുള്ള യുറേനിയം നിർമ്മാണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആണവ പരീക്ഷണം, ഇതിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ഇതാണ് കൃത്യമായ ഇറാൻ്റെ നിലപാട്. എന്നാൽ ട്രംപ് പറയുന്നത് ഈ ആണവായുധ പരീക്ഷണം അല്ലെങ്കിൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി യുറേനിയം സമ്പുഷ്ടീകരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി നിർത്തണം, അതല്ലെങ്കിൽ ഭാഗികമായി അതിനുമേൽ നിയന്ത്രണം വേണം. ഇതിലേതാണ് നടപ്പാക്കാൻ പോകുന്നതെന്നത് സംബന്ധിച്ച്
സംബന്ധിച്ച് ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ഉദ്യോഗസ്ഥർക്ക് ഏത് നിമിഷവും ഇറാനിൽ എത്തിച്ചേർന്ന് പരിശോധന നടത്താനുള്ള അവകാശം വേണം, അധികാരം വേണമെന്ന് ട്രംപ് വീണ്ടും വീണ്ടും വാദിക്കുന്നത്. ഇപ്പം ലിബിയയ്ക്കൊക്കെ നേരെ ഉണ്ടായതുപോലെ ഉള്ള ചില നിരായുധീകരണ എഗ്രിമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇറാനും നിരായുധീകരണ എഗ്രിമെൻറ്റിൽ ഒപ്പിടണം എന്നാണ് ഇസ്രയേലും പറയാതെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒമാനിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ആദ്യം പറഞ്ഞത്, അമേരിക്ക പറഞ്ഞത് ഞങ്ങൾക്ക് നേരിട്ടുള്ള ചർച്ച, ഡയറക്റ്റ് ഡിസ്കഷൻ. പക്ഷേ ഇറാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചർച്ച മതി, നേരിട്ടുള്ള ഒരു സംഭാഷണത്തിലേക്ക് ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒമാൻ പ്രതിനിധികളൊക്കെ ഒരു മുറിയിൽ, അബ്ബാസ് അരഗാച്ചി വേറെടുത്ത്, അതുപോലെ തന്നെ വിറ്റ്കോഫ് മറ്റൊരിടത്തൊക്കെ ഇരുന്നത്. പക്ഷേ എന്തായാലും 2.5 മണിക്കൂറോളം ഇരുവരും നേരിട്ട് ചില ചർച്ചകൾ നടത്തുകയും അത് സംബന്ധിച്ച് ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിയുന്നു എന്നതിൻ്റെ സൂചനകളും പുറത്തു വരുന്നു. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായും 2ാം ഘട്ട ചർച്ച ഈ ആഴ്ച തന്നെ നടത്താൻ തീരുമാനിച്ചത്. അതാണ് ഒമാന് വെളിയിൽ യൂറോപ്യൻ രാജ്യത്ത് മതിയെന്ന് തീരുമാനിച്ചതും റോമിൽ വെച്ച് നടത്താൻ ഏകദേശ ധാരണയാകുകയും ഒക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ആണവ പദ്ധതി പൂർണ്ണമായി നിർത്താൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ എന്തായിരിക്കും അമേരിക്കയുടെ അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. മാത്രമല്ല 2ാം ഘട്ട ഡിസ്കഷനിലേക്ക് എത്തുമ്പോൾ കരാറിലേക്ക് എത്തുക എന്നുള്ളത് അമേരിക്കയേക്കാൾ കൂടുതൽ ആവശ്യം ഇറാനാണ്. കാരണം ഈ നാണ്യപ്പെരുപ്പത്തിൻ്റെ ഒരു പ്രശ്നം, കറൻസിയുടെ മൂല്യമില്ലാത്തത്, തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നത്, ഒപ്പം ഏത് നിമിഷം വേണമെങ്കിലും ഇറാന് നേരെ അമേരിക്കയും ഇസ്രയേലും ആക്രമണം നടത്തുമോ എന്നുള്ളൊരു ഭീഷണിയുണ്ട്. അപ്പോൾ ഈ ഭയാശങ്കയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചും വലിയൊരു ലക്ഷ്യമാണ്. അപ്പോൾ ഒരു വിഭാഗം ഇറാനിലെ ഉദ്യോഗസ്ഥർ പറയുന്നത് യുദ്ധസാധ്യതയെ നമ്മൾ തള്ളിക്കളയണം, അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട. മറ്റൊരു കൂട്ടർ പറയുന്നത് അങ്ങനെയല്ല, അമേരിക്ക പറയുന്നത്, ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഈ യുദ്ധഭീഷണിയെ വളരെ ഗൗരവത്തോടെ കാണണം. കാരണം ഡീഗോ ഗാർഷ്യയിലായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാനിലായിക്കോട്ടെ ഒക്കെ അവിടെ അമേരിക്കയുടെ ബോംബർ വിമാനങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. മാത്രമല്ല അഫ്ഗാനിൽ ഏതാണ്ട് 2000-3000-ഓളം ആർമിയെ എത്തിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നോക്കിയാൽ ചുറ്റുഭാഗത്തു നിന്നും ഇറാനെ ആക്രമിക്കാനുള്ളൊരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട്. അതായത് ഇറാൻ ആണവായുധ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു, അത് ലോകത്തിന് ഭീഷണിയാണ്. അത് ഒബാമയുടെ കാലത്ത് ചില ചർച്ചകളിലൂടെയൊക്കെ നിർത്തിവെച്ചതാണ്. ഇപ്പോൾ ട്രംപ് വന്നപ്പോൾ വീണ്ടും അത് പുനരാരംഭിച്ചു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത്. ഇങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ പറ്റും. അത്തരം ഒരു പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ചില നിലപാടുകൾ, ചില നടപടിക്രമങ്ങളൊക്കെ വേണം. അപ്പോൾ എന്തായാലും നയതന്ത്രജ്ഞരുടെ നിലപാട് എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ടുള്ള 2ാം ഘട്ട ചർച്ച എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആവേണ്ട, നേരിട്ടുള്ള ചർച്ചയാകാം. വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവർ എന്താണോ പറയുന്നത് നമ്മൾക്ക് യോജിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ യോജിക്കാം. മാത്രമല്ല ഈ ചർച്ചയ്ക്ക് മുമ്പായിട്ട് ഈ അബ്ബാസ് അരഗാച്ചി റഷ്യയിലേക്ക് പോവുകയും അവിടെ സെർജി ലാവ്റോ എന്ന് പറയുന്ന റഷ്യയുടെ ഈ വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നതിലൂടെ ചില കാര്യങ്ങളൊക്കെ ഉരുത്തിരിയും. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇറാനെ അമേരിക്ക ആക്രമിച്ചാൽ അവിടെ ചില വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ റഷ്യ ഒരുക്കി കൊടുത്തു എന്നതിൻ്റെ അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. പക്ഷേ റഷ്യ പരസ്യമായി പറയുന്നത് അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ ഇറാനൊപ്പം സഖ്യമായിട്ട് വരികയില്ല, ഞങ്ങൾ നിങ്ങളെ സഹായിക്കാൻ വരികയില്ല. ഇതൊന്നും തന്നെ ഒറ്റയടിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം റഷ്യയും അമേരിക്കയും തമ്മിൽ വലിയ സൗഹൃദമാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവർ അഭിപ്രായ ഭിന്നത പ്രകടിപ്പിക്കുകയും ചില ആക്രമണങ്ങൾ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നമുക്കറിയാം ഉക്രൈനും റഷ്യയുമായി ഉള്ള ഏറ്റുമുട്ടലിനിടയിൽ അമേരിക്കയുടെ ഒരു F-16 വിമാനം റഷ്യ വെടിവെച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഇവർ തമ്മിലുള്ള നല്ല ബന്ധത്തെ ബാധിക്കുന്നു. അപ്പോൾ എന്തായാലും 2ാം ഘട്ടത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലൊരു ചർച്ച റോമിൽ വെച്ച് നടത്താനായിട്ട് ഏകദേശ ധാരണയായിട്ടുണ്ട്. ആ ചർച്ചയ്ക്ക് മുമ്പായിട്ട് ഇറാനിൽ നിന്ന് അല്ലെങ്കിൽ ടെഹ്റാനിൽ നിന്ന് അവരുടെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി മോസ്കോയിലേക്ക് പോകുന്നതിനെ ലോകം തന്നെ ഗൗരവത്തോടെ കാണുന്നു. അവിടെ വെച്ച് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ട് അതനുസരിച്ച് റഷ്യയുടെ താല്പര്യത്തിനനുസരിച്ച് അമേരിക്കയിൽ സമ്മർദ്ദം ചെലുത്തുമോ എന്നുള്ളൊരു പ്രതീക്ഷ ഇറാനുമുണ്ട്. എന്തായാലും 2ാം ഘട്ട ചർച്ചയിലൂടെ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം വേണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഇറാനാണ്. അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കുമെന്ന് നമുക്ക് കരുതാം. അല്ലെങ്കിൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിന് വഴി തുറക്കുന്ന കാര്യമായിട്ട്, അല്ലെ വഴി തുറക്കുന്ന സംഭവങ്ങളായിട്ട് ഉരുത്തിരിയാനുള്ള സാധ്യതയും വളരെയേറെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.